നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ അതിനായി ഞാൻ 1/2 കിലോ ബീഫ് ഒരു 4-5 പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷമാണ് നമ്മളിത് BDFൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ BDFൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ ബീഫ് പീസസ് വെച്ച് നമ്മൾ ബീഫ് ഗ്രേവിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം. താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് വെച്ച 1/2 കിലോ ബീഫിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മൾ അവസാനം ഗ്രേവി ഉണ്ടാക്കുന്നത് കൊണ്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾ ഗ്രേവി ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുക്കർ അടച്ചു മൂടി വെയിറ്റിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 10-12 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ ഈ കുക്കറിൽ അത്രയും ടൈം ആവശ്യമുണ്ട്. ഒരുവിധം ഇറച്ചി നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. 1/4 വേവിനേലും കൂടുതൽ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ ഇറച്ചി. വെന്തിട്ടും പോരുത്. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് BDFൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതൊന്നും പൊടിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 വേവിനേലും കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് വേവിച്ചെടുക്കാം ഇത്. അപ്പോൾ വേവിച്ച് വെച്ച ഇറച്ചി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബാലൻസ് ഇറച്ചി ചെറിയ ചെറിയ പീസസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെടുത്തിട്ടാണ് നമ്മൾ ബീഫ് ഗ്രേവി ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് കഷ്ണങ്ങളുള്ളൂ നമുക്ക്. ഇപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിന് കുറച്ച് ചാറ് വേണമല്ലോ, ചാറായിട്ട്. അപ്പോൾ അത് അവസാനം കുറച്ച് ലൂസ് ചാറ് കറിയും കൂടി ഉണ്ടാക്കാം. BDF ഉണ്ടാക്കാനായിട്ട് നമ്മൾ വേവിച്ച് കട്ട് ചെയ്ത ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, ഒരു 1/2 ടീസ്പൂണിൽ താഴെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 നുള്ളു മഞ്ഞൾ പൊടി, കുറച്ചും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിച്ച വെള്ളത്തിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്ത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീഫ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. മസാലയൊക്കെ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്ത് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഇറച്ചി പീസുകളൊന്ന് വിട്ടൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കോൺഫ്ലോർ ചേർത്ത കാരണം തമ്മിൽ ഒട്ടിപ്പിടിക്കും. അതാണ് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഇറച്ചികൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഓയിൽ കുറച്ച് വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയാണ്, ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. നമുക്കപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇളക്കാതെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. എന്നിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്നോരോന്ന് മറിച്ചിടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഞാൻ ഈ മറിക്കുന്നത് പോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും എല്ലാ പുറം ഒരുപോലെ മൊരിയത്തക്ക വിധത്തിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം മൊത്തം ഒരു 5-6 മിനിറ്റ് മതി ഇതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് മൊരിഞ്ഞ് കിട്ടാനായിട്ട് കേട്ടോ. ഒരുപാട് നേരമൊന്നും ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ട. അങ്ങനെ എടുക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2-3 മിനിറ്റ് വീതം 2 പുറം ഇതുപോലെ മൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഭാഗം ഫ്രൈ ചെയ്യാനുണ്ട്, മൊരിയാനുണ്ടെങ്കിൽ അതൊക്കെ മൊരിഞ്ഞ് വന്നോളും. ഇതുപോലെ അവസാനം നമുക്ക് കോരുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത് ഏതാണ്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് തീർന്നിട്ടില്ല, നമുക്ക് 1-2 ചേരുവയും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഈ സെയിം വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതും കൂടെ ഫ്രൈ ചെയ്ത് കോരിയതിന് ശേഷം ഈ ഓയിലിൽ തന്നെ നമുക്ക് ഒരു വലിയ സവാള തിന്നായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് അതും ഒന്ന് മൊരിയിച്ചെടുക്കണം.
അപ്പം മൊത്തം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു സവാള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഇങ്ങനെ അടർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം നമുക്ക്. സെയിം ഓയിലിൽ തന്നെയാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്, വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇനി സവാള ഏതാണ്ട് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതിനകത്തേക്ക് നമുക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പച്ചമുളകൊന്നും ഇടാറുണ്ടായില്ലായിരുന്നു കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ പച്ചമുളക് ഇട്ടപ്പോൾ എനിക്കതിൻ്റെ ആ ഒരു സ്വാദ് അത്ര ഇഷ്ടമായില്ല, അതിൻ്റെ ആ ഒരു ഫ്ലേവർ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ചധികം വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഞാൻ പച്ചമുളക് ഇടില്ല, എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഒന്ന് മുന്തിരിക്കണ പോലെ തോന്നി പച്ചമുളകിൻ്റെ. അപ്പോൾ അത്ര വലിയ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഉണക്കമുളക് ഇട്ടപ്പോൾ നന്നായിരുന്നു. അപ്പോൾ ഞാൻ 2 ഉണക്കമുളകും കൂടെ കട്ട് ചെയ്യാതെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഇതുപോലെ സവാള മൊരിച്ചിട്ട് BDFൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തും ഇതുപോലെ ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സവാള മൊരിച്ചിട്ട് കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതെല്ലാം മൊരിച്ച് കോരി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫിൻ്റെ മുകളിലേക്ക് ഇട്ട് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബീഫ് ഗ്രേവി ഉണ്ടാക്കാനുണ്ടെന്ന്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു 2 നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. നല്ല ചൂടുണ്ട് വെളിച്ചെണ്ണ, ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് 2 നുള്ള് ഉലുവ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും 1 ഏലക്കയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉലുവക്കൊപ്പം ഒന്നിട്ട് ഈ ഓയിലൊന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 1/2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/2 മിനിറ്റും കൂടെ ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഒരു സവാളയുടെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് ഒരുവിധം വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വേപ്പിലയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് അതൊന്ന് വേവുന്നത് വരെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കറിക്ക് കുറച്ച് കളർ കിട്ടും. മല്ലിപ്പൊടി നന്നായിട്ട് ചൂടാക്കിയെടുക്കുമ്പം കറിക്ക് കുറച്ച് കളർ കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ എരിവുള്ള ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇറച്ചി ഒഴിച്ച വെള്ളം കുറച്ച് ചെറിയ ഇറച്ചി പീസസ് എന്ന് പറഞ്ഞില്ല അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇറച്ചി പീസസ് ഇതിനകത്തുള്ളത് കാരണമാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും ഇറച്ചി വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഗ്രേവിയൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പം നമുക്ക് ഫ്രൈ ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കൊപ്പം ഈ ഗ്രേവിയും കൂട്ടിയിട്ട് നമുക്ക് നാസ്ത ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കഴിക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം 5 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് നമ്മുടെ കറി വരും. എന്നാലും കുറച്ച് ലൂസ് തന്നെയാണ് കേട്ടോ, ഒരുപാട് തിക്ക് ഗ്രേവി ഒന്നും അല്ല, ഇത് കുറച്ച് ലൂസാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്